ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അവൾക്ക് സ്പെഷ്യലായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 6 ലെയറുള്ള ഒരു പിസ്താഷ്യോ കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടി 1 കപ്പ് മൈദ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം 3 പ്രാവശ്യം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലുള്ള തരികളൊക്കെ ഉണ്ടാവും, അത് നമുക്ക് കളഞ്ഞേക്കാം, ഇതിലിടേണ്ട ആവശ്യമില്ല. ഇനി 10 പിസ്ത എടുത്തിട്ടുണ്ട്. ഇത് സോൾട്ടഡ് പിസ്തയാണ്. ഇതിലുള്ള ഉപ്പൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഇതൊന്ന് കറക്കിയെടുക്കാം. അധികം പൊടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. 4 മുട്ട ഈ കേക്കിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ചിട്ട് മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ട ഇതിനു വേണ്ടി എടുക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള ഫ്രഷ് മുട്ട വേണം ഇതിനു വേണ്ടി എടുക്കേണ്ടത്. തണുത്ത മുട്ട എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. കുറച്ച് മഞ്ഞ ഇതിൽ വീണിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു മാറ്റാം. നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മഞ്ഞയുടെ ഒരംശം പോലും ഈ വെള്ളയിൽ ഉണ്ടാകാൻ പാടില്ല. മുട്ടയുടെ മണം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടി 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു വിസ്കാണ് എടുത്തിരിക്കുന്നത്. ബീറ്റർ ഇല്ലാതെ വിസ്ക് കൊണ്ടാണ് ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഒരു 7-8 മിനിറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മുട്ട പതപ്പിച്ചെടുക്കാം. പാത്രം കമഴ്ത്തി കൊടുക്കുമ്പോൾ താഴെ പോകാത്ത വിധത്തിൽ സ്റ്റിഫായിട്ട് പതപ്പിച്ചെടുക്കണം. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ ഇതുപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മൂന്ന് പ്രാവശ്യമായി 3/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പിസ്ത കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പിസ്ത ഫ്ലേവറിൻ്റെ 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അധികമായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. 1/2 ടീസ്പൂൺ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിസ്തയുടെ ഫ്ലേവർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. ബാറ്റർ ഒന്ന് തിക്കായിട്ടുണ്ട്. ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ മെല്ലെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ബാറ്റർ തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം.
ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് വിസ്ക് കൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഇതിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലിപ്പോൾ ഇതിലേക്ക് പകുതിയെ ചേർത്തിട്ടുള്ളൂ. കുറേശ്ശെ ഒഴിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നേരത്തെ ബേക്കിംഗ് സോഡ എടുത്തിട്ടില്ലായിരുന്നു. വിനീഗറിലേക്കാണ് ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത്. മിക്സായി പെട്ടെന്ന് പതഞ്ഞ് വരും. ആ പതയോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വിസ്ക് കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പിസ്ത കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കേക്ക് വേവിച്ചെടുക്കുന്നത് ഒരു സ്റ്റീൽ പാത്രത്തിലാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കറക്കിയെടുത്ത് കൊടുക്കാം. ഇനി കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 4-5 പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കാം. ഇതിലുള്ള എയർ ബബിൾസൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് തട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ എയർ പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള അടപ്പ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് 50-55 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇത് പൊങ്ങി വരുന്നത് നമുക്ക് ഇതിലൂടെ തന്നെ കാണാം. ഇടയ്ക്കൊന്നും തുറന്ന് നോക്കരുത്. ഫുള്ള് പൊങ്ങി വന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കാം. സ്ക്യൂറിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഒരു 5 മിനിറ്റ് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പിസ്ത കേക്ക് റെഡിയായി കഴിഞ്ഞു. സോഫ്റ്റായിട്ടുള്ള പിസ്ത കേക്ക് റെഡി. അപ്പോൾ ഇതുപോലെ 2 എണ്ണം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. 6 ലെയറുള്ള പിസ്ത കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു കേക്ക് കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിനു വേണ്ടി 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാല് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം 1/4 കപ്പ് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിസ്ത ഫ്ലേവറിൻ്റെ 2 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അധികമായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. 2 ഡ്രോപ്പ് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലുള്ള പൊങ്ങി നിൽക്കുന്ന ഭാഗം ലെവലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ കേക്ക് 3 പാർട്ടായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് കേക്കും 6 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് വേറെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം തണുത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ വെച്ചിട്ടുള്ളത്. ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് 2 കപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് 1 കപ്പാണ്. എന്നിട്ടിത് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വാങ്ങുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഇത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ മതി.
ഈ ക്രീം സ്റ്റിഫായി കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഈ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ലെയർ എടുത്ത് വെക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിപ്പം പുറത്തേക്ക് എടുത്ത് വെച്ചു. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. സിറപ്പ് എത്ര ഒഴിക്കുന്നോ അത്രയും നമ്മുടെ കേക്ക് സോഫ്റ്റായി കിട്ടും കട്ട് ചെയ്യുമ്പോൾ. അടുത്തതായി വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 6 ലെയറും ചെയ്തെടുക്കാം. ഇതിപ്പോൾ 6ാമത്തെ ലെയറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ള പാലിൻ്റെ സിറപ്പ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വിപ്പിംഗ് ക്രീമും കൂടി വെച്ച് നമുക്കിത് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്റ്റിക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ സെൻട്രലായി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ വെച്ചിരിക്കുന്ന ലെയർ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം കൊണ്ട് ഈ കേക്ക് ഞാൻ കവർ ചെയ്തെടുത്തു. രണ്ടാമത് 1 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ഞാൻ വിപ്പ് ചെയ്തിരുന്നു. അതിലേക്ക് 1 ഡ്രോപ്പ് പിസ്ത ഫ്ലേവർ ചേർത്തിരുന്നു. അത് മിക്സ് ചെയ്തതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ കവർ ചെയ്തതിന് ശേഷം ഞാനൊരു ചെറിയ സ്പൂണ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നു. ഇനി ഇതിന് ബേസായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഗനാഷ് തയ്യാറാക്കി വെച്ചിരുന്നു. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ മുറ്റത്തുള്ള ചെടിച്ചട്ടിയിൽ നിന്ന് വൈറ്റ് കളറിലുള്ള ഒരു ഫ്ലവർ എടുത്തിരുന്നു. ഫ്ലവർ ആയതുകൊണ്ട് ഇതിൽ പ്രാണികളൊക്കെ ഉണ്ടാവും. അതിനെല്ലാം വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ തണ്ടിൽ സെല്ലോ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇറക്കി വെക്കാം. ഈ കേക്കിൻ്റെ ഭംഗിക്ക് വേണ്ടി ലീഫ് കൂടി ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട്. അതും ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ തണ്ടിൽ സെല്ലോ ടേപ്പ് ചുറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തണ്ടിൽ കറയെല്ലാം ഉണ്ടാവും. നമ്മുടെ 6 ലെയറുള്ള പിസ്താഷ്യോ കേക്ക് തയ്യാറായി കഴിഞ്ഞു. കണ്ടില്ലേ, അടിപൊളി കേക്കല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ.